ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. SP4Tech പുതിയൊരു വീഡിയോയിലോട്ട്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ എന്താ പറയാൻ പോകുന്നതെന്ന് വെച്ചാൽ, ഇന്നത്തെ മത്സരം നമ്മുടെ ഗുജറാത്ത് വേഴ്സസ് മുംബൈ ഇന്ത്യൻസ് തമ്മിലുള്ള മത്സരത്തിൻ്റെ ഒരുപാട് പ്രെഡിക്ഷൻസും അതുപോലെ തന്നെ ടിപ്സ് ആൻഡ് ട്രിക്സും കാര്യങ്ങളൊക്കെ ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് വേണ്ടി ഇൻക്ലൂഡ് ചെയ്ത് തരുന്നുണ്ട്. അതുപോലെ തന്നെ ആരൊക്കെ ഇന്ന് നന്നായി കളിക്കാൻ ചാൻസ് ഉണ്ട്, ഏതൊക്കെ പ്ലേയേഴ്സിന് ഈ ഒരു വെന്യൂവിൽ നല്ല സ്റ്റാറ്റ്സ് ഉണ്ട് എന്നതിനെ പറ്റിയൊക്കെ നമ്മൾ ഡീപ്പായിട്ട് തന്നെ അനലൈസ് ചെയ്യുന്നുണ്ട്. സോ വീഡിയോ മുഴുവനായിട്ട് തന്നെ കാണാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ഇതുവരെ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിലോട്ട് നിങ്ങൾ കയറി ജോയിൻ ചെയ്യില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് കയറി ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. കാരണം ഇതാണ് നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പ്. ഫൈനൽ ടീംസും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നത് നമ്മൾ ഈ ഒരു ഗ്രൂപ്പിൽ തന്നെയാണ്. അപ്പോൾ ഈ ഒരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാത്തവരാണെങ്കിൽ മസ്റ്റ് ആയിട്ട് തന്നെ ഒന്ന് കയറി ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. കാരണം നല്ല രീതിയിൽ നിങ്ങൾക്ക് പ്രോഫിറ്റ് ഏൺ ചെയ്യാൻ പറ്റുന്ന കാര്യത്തിൽ ഷുവർ തന്നെയാണ്. സോ ഗ്രൂപ്പിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഒന്ന് കയറി ജോയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ബാക്ക് ടു പ്രിവ്യൂലോട്ട് വരാം. മത്സരം നമ്പർ 9 അതുപോലെ തന്നെ 29-ാം തീയതി, അതായത് ഇന്നേ ദിവസം കൃത്യം 7:30 മത്സരം നടക്കുന്നത്. മറ്റെവിടെയല്ല, നരേന്ദ്രമോദി സ്റ്റേഡിയം, അതായത് ഗുജറാത്തിൻ്റെ തന്നെ ഹോം ഗ്രൗണ്ടായ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിലാണ് ഈ ഒരു മത്സരം നടക്കുന്നത്. സോ ഈ ഒരു പിച്ച് റിപ്പോർട്ടിനെ പറ്റിയൊക്കെ പറയാം. കോമ്പറ്റീറ്റീവ് പിച്ചാണ്, പ്രൊവൈഡിങ് ഓപ്പർച്യൂണിറ്റി ഫോർ ബാറ്റിംഗ് ആൻഡ് ബൗളേഴ്സ്. ബാറ്റിങ്ങിനും ബൗളേഴ്സിനും നല്ല രീതിയിൽ ഓപ്പർച്യൂണിറ്റി, അതായത് നല്ല രീതിയിൽ അവർക്ക് കളിക്കാനുള്ള ഒരു ഇത് കൊടുക്കുന്നതാണ്. അതായത് നല്ല രീതിയിൽ പെർഫോമൻസ് ചെയ്യാൻ പറ്റുന്നതാണ് ഇവിടെ പറയുന്നത്, ഈ ഒരു പിച്ച് റിപ്പോർട്ടിനെ പറ്റി ഓവറോൾ പറയുന്നത്. ഓക്കെ, ദെൻ അതുപോലെ തന്നെ റിവാർഡ് സ്കിൽഫുൾ സ്പിൻ ബൗളേഴ്സ് ആൻഡ് സ്ട്രാറ്റജിക് ബാറ്റിംഗ്. അതായത് സ്പിൻ ബൗളേഴ്സിന് ഇവിടെ ഇമ്പോർട്ടൻസ് ഉണ്ട്, അതുപോലെ തന്നെ ബാറ്റിംഗ് ആണെങ്കിലും. ഓക്കെ, ദെൻ അതുപോലെ തന്നെ പ്ലാൻ ചെയ്ത് ബാറ്റ് ചെയ്യുകയാണെങ്കിൽ അടിപൊളിയായിട്ട് റൺസ് കൊടുക്കുക. ദെൻ അതുപോലെ തന്നെ നമ്മുടെ പിച്ച് റിപ്പോർട്ടിനെ പറ്റി പറയുന്ന സമയത്ത് 16 മത്സരങ്ങളാണ് ഫസ്റ്റ് ബാറ്റിംഗ് വിൻ ചെയ്തത്. 170 റൺസാണ് ആവറേജ് സ്കോർ. സെക്കൻഡ് ബാറ്റിംഗ് വിൻ ചെയ്ത് 20 മാച്ചുമാണ്. കൂടുതൽ സെക്കൻഡ് ബാറ്റിംഗ് ആണ് വിൻ ചെയ്തിട്ടുള്ളത്. 36 ഡിഗ്രി സെൽഷ്യസ് ആണ് അവിടുത്തെ ചൂട്, താപനില എന്നൊക്കെ പറയുന്നത്. അപ്പോൾ തന്നെ ഗ്രൗണ്ട് സ്റ്റാറ്റ്സിനെ പറ്റി പറയുന്ന സമയത്ത് ഓവറോൾ മത്സരങ്ങൾ 37 മത്സരങ്ങളാണ് ഈ ഒരു ഗ്രൗണ്ടിൽ നടന്നിട്ടുള്ളത്. അതിൽ 170+ റൺസാണ് ആവറേജ് സ്കോർ ആയിട്ടുള്ളത്. ഫസ്റ്റ് ബാറ്റിംഗ് 15 എണ്ണവും സെക്കൻഡ് ബാറ്റിംഗ് 20 എണ്ണമാണ് വിൻ ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ സ്കോറിംഗ് പാറ്റേൺസ് നോക്കുന്ന സമയത്ത് ഒരു 150 റൺസിന് മുകളിൽ ഒരു 8 മത്സരങ്ങൾ പോകുന്നുണ്ട്. 150 to 170 ആകുമ്പോൾ 9 മത്സരങ്ങളും പോകുന്നുണ്ട്. 170 to 190 ആകുമ്പോൾ 9 മത്സരങ്ങളും പോകുന്നുണ്ട്. 190 മുകളിൽ 10 മത്സരങ്ങളും പോകുന്നുണ്ട്. 190 മുകളിൽ 10 മത്സരങ്ങൾ പോകുന്നുണ്ട് പറഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിയിൽ ഹൈ സ്കോറിംഗ് ആവാനുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. ഓക്കെ, ദെൻ ബൗളിംഗ് സ്റ്റാറ്റ്സിനെ പറ്റി പറയുന്ന സമയത്ത് ഓവറോൾ ഈ പിച്ചിൽ നടന്ന മത്സരങ്ങളിൽ 191 വിക്കറ്റും ഫാസ്റ്റ് ബൗളേഴ്സിനാണ് കിട്ടിയിരിക്കുന്നത്. പേസ് ബൗളേഴ്സ്, ഫാസ്റ്റ് ബൗളേഴ്സ്. ഓക്കെ, ദെൻ സ്പിന്നേഴ്സിന് 96 വിക്കറ്റ്സാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ കൂടുതൽ ഇമ്പോർട്ടൻസ് നമ്മുടെ ഫാസ്റ്റ് ബൗളേഴ്സിന് തന്നെയാണ്. അപ്പോൾ ആ ഒരു കാര്യം നോട്ട് ചെയ്ത് വെക്കുക. ഹെഡ് ടു ഹെഡ് റെക്കോർഡ്സ് നോക്കുന്ന സമയത്ത് ഇതുവരെ 5 മത്സരങ്ങളാണ് ഗുജറാത്തും മുംബൈ ഇന്ത്യൻസും തമ്മിൽ ഏറ്റുമുട്ടിയിട്ടുള്ളത്. അതിൽ മുംബൈ ഇന്ത്യൻസ് 2 പ്രാവശ്യം, ഗുജറാത്ത് 3 പ്രാവശ്യമാണ് വിൻ ചെയ്തിട്ടുള്ളത്. ദെൻ അതുപോലെ തന്നെ പോസിബിളായിട്ട് കളിക്കാൻ ചാൻസ് ഉള്ള 12 പ്ലെയേഴ്സ് ഇരു ടീമുകളത്തെയാണ് പറയാൻ പോകുന്നത്. ആദ്യം തന്നെ ശുഭ്മാൻ ഗില്ലാണ്, അദ്ദേഹമാണ് ക്യാപ്റ്റൻസി. ദെൻ അതുപോലെ തന്നെ ജോസ് ബട്ട്ലർ, സായി സുദർശൻ, അതുപോലെ തന്നെ റൂദർഫോർഡ്, ദെൻ ഷാറൂഖ് ഖാൻ, രാഹുൽ തിവാട്ടിയ, ദെൻ അർഷാദ് ഖാൻ, റാഷിദ് ഖാൻ, അതുപോലെ തന്നെ സായ് കിഷോർ, കാസിയോ റവാഡ, അതുപോലെ തന്നെ മുഹമ്മദ് സിരാജ് ആൻഡ് പ്രസിദ്ധ് കൃഷ്ണ. ഇത്രയും പേരാണ് ഉള്ളത്. ഇതിൽ ആരെങ്കിലും ഒരാൾ ഇമ്പാക്ട് പ്ലെയർ ആയിട്ട് വരാൻ ചാൻസ് ഉണ്ട്. ആരാവുന്നൊന്നും അറിയില്ല. അതാണ് ഈ ഒരു 12 പ്ലെയേഴ്സിൻ്റെ പേര് വായിച്ചത്. ഓക്കെ, സബ്സ്റ്റിറ്റ്യൂട്ട് പ്ലെയേഴ്സായിട്ട് റൂദർഫോർഡ് അങ്ങനെ മാറാം, ഗ്ലെൻ ഫിലിപ്സ്, അഞ്ചു റാവട്ട്, അങ്ങനെ കാര്യങ്ങളൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. ഞാൻ പറഞ്ഞില്ല, ഇമ്പാക്റ്റിൽ ചിലപ്പോൾ ഇവരാരെങ്കിലും മാറ്റിയിട്ട് അവർ കയറി വരാനുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. മുംബൈ ഇന്ത്യൻസിലോട്ട് നോക്കുന്ന സമയത്ത് രോഹിത് ശർമ്മ, അതുപോലെ തന്നെ റയാൻ റിക്സൺ, പിന്നെ അതുപോലെ തന്നെ വിൽ ജാക്സ്, അതുപോലെ സൂര്യകുമാർ യാദവ്, തിലക് വർമ്മ, ഹാർദിക് പാണ്ഡ്യ ആണ് ക്യാപ്റ്റൻസി. നമ്മാൻദീർ, ദെൻ അതുപോലെ തന്നെ റോബിൻ മീൻസ്, ദെൻ മിച്ചൽ സാന്തർ, ദെൻ ദീപക് ചഹാർ, ട്രെൻറ്റ് ബോൾട്ട്, വിഘ്നേഷ് പുത്തൂർ എന്തായാലും കളിക്കാനുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. ഞാൻ പറഞ്ഞു, സ്പിൻ ബൗളേഴ്സിന് ചില സമയങ്ങളിലൂടെ കൂടുതൽ വിക്കറ്റ്സ് കിട്ടാറുണ്ട്, ചില സമയത്ത് അവർ ഹെൽപ്ഫുൾ ആവാറുണ്ട്. സോ അദ്ദേഹം നല്ലൊരു TNPLലൊക്കെ കത്തി നിന്നൊരു പ്ലെയറാണ്. നമ്മുടെ മലപ്പുറം പെരിന്തൽമണ്ണക്കാരനാണ്. പെരിന്തൽമണ്ണ പാലക്കാടാണോ മലപ്പുറമാണോ? എവിടെയോ, ഞാൻ പാലക്കാടുകാരനാണ്. അപ്പോൾ അതാണ്. പിന്നെ നമ്മുടെ സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് ഞാൻ പറഞ്ഞ പോലെ കുറച്ച് പ്ലെയേഴ്സ് ഉണ്ട്, ഞാൻ പറയുന്നില്ല. ഓക്കെ, ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഇരു ടീമുകളത്തെയും പ്ലെയേഴ്സിൻ്റെ സ്റ്റാറ്റ്സാണ് പറയാൻ പോകുന്നത്. അവരുടെ H2H റെക്കോർഡ്സും അതുപോലെ തന്നെ അവർ കളിച്ച് നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടുള്ള കുറച്ച് മത്സരങ്ങളും ഏറ്റവും കൂടുതൽ ആവറേജ് സ്കോർ ആർക്കാണ്, ആരൊക്കെ നന്നായി കളിക്കാൻ ചാൻസ് ഉണ്ടെന്ന് ഈ ഒരു റെക്കോർഡ്സിലൂടെ നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ്. അതിന് മുന്നേ എനിക്ക് 2-3 കാര്യങ്ങൾ പറയാനുണ്ട്. ഈ കുബേര ഫാൻറ്റസി എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ നിങ്ങൾ ഇതുവരെ ഉപയോഗിക്കാനായിട്ട് തുടങ്ങിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് വലിയ നഷ്ടമാണ്. കാരണമൊന്നുമല്ല, ഞാൻ സിമ്പിളായിട്ട് പറഞ്ഞുതരാം. ഇപ്പോൾ നമ്മുടെ ഗുജറാത്ത് മുംബൈ ഇന്ത്യൻസ് മാച്ച് എടുത്തു. ഇവിടെ ഡ്യോ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഇവിടെ ഒരു 5 പ്ലെയേഴ്സ് ഉണ്ടാവും. ഇതാ കണ്ടില്ലേ, ഈ ഒരു 5 പ്ലെയേഴ്സിന് ഞാൻ 5 പ്ലെയേഴ്സ് ഉണ്ടാവും. ഏറ്റവും കൂടുതൽ പോയിൻ്റ് എടുക്കാൻ ചാൻസ് ഉള്ള ആരാണോ അവർ നമ്മൾ പിക്ക് ചെയ്തിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ടീം ഇട്ടാൽ മതി. ഇപ്പം നമുക്കിവിടെ ഒരു
5 പ്ലെയേഴ്സ് ഉണ്ട്. ഇതിൽ സായ് സുദർശനെ ഓൾറെഡി നമ്മുടെ ഓപ്പോണൻറ്റ് പിക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് വേറെ ആരെങ്കിലും പിക്ക് ചെയ്യാനുള്ള ഓപ്ഷനേ ഉള്ളൂ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഫ്രഷ് ആയിട്ട് വേണം, 5 പ്ലെയേഴ്സ് ഫ്രഷ് ആയിട്ട് വേണമെങ്കിൽ ഇത് 5 പ്ലെയേഴ്സ് വന്നിട്ടുണ്ട്. ഇതിലാരാ നന്നായി കളിക്കാൻ ചാൻസുള്ള? ശുഭ്മാൻ ഗില്ലാണോ? ഓക്കെ, ശുഭ്മാൻ ഗില്ലിനെ പിടിച്ചിട്ട് ഇതാ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ സിമ്പിളായി നമ്മൾ ഈസി ആയിട്ട് ആ ഒരു കോൺടെസ്റ്റ് ജോയിൻ ചെയ്തു. 100% TDSും GSTയും ഫ്രീ ആയിട്ടുള്ളൊരു ആപ്ലിക്കേഷനാണ്. ദെൻ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. കാരണം നമ്മുടെ ഓപ്പോണൻറ്റിനെ കാണാൻ പറ്റുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ പ്രോഫിറ്റ് ഏൺ ചെയ്യാൻ പറ്റും. ഷുവർ അല്ലേ? നിങ്ങൾക്ക് ഒരു ഓപ്പോണൻറ്റ് ടീം, ഒരു ഡ്രീം ലെവൽ ഓപ്പോണൻറ്റ് ടീം കാണാൻ പറ്റുകയാണെങ്കിൽ, നിങ്ങളൊരു നല്ല ടീം ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല അതിനെക്കാട്ടിലും കുറച്ച് മികച്ച ടീം ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ഈസി ആയിട്ട് വിൻ ആവും. സോ നമ്മുടെ ഓപ്പോണൻറ്റിനെ കാണാൻ പറ്റുക എന്നുള്ളൊരു ഒരു സ്പെഷ്യൽ ഫീച്ചറാണ് ഈ ഡ്യൂ ഓപ്ഷനുള്ള. 5 പ്ലെയേഴ്സേ ഉള്ളൂ. 5ൽ ഒരാളെ സെലക്ട് ചെയ്യാൻ ഇത്ര ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ. അപ്പോൾ 22 പ്ലെയേഴ്സിൽ നിന്ന് 11 പ്ലെയേഴ്സിനെ സെലക്ട് ചെയ്യുന്ന പോലെയൊന്നുമല്ല. 5 പ്ലെയേഴ്സിൽ ഒരാളെ സെലക്ട് ചെയ്താൽ മതി. ഇതിന് ഈ ഡ്യൂയിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പല രീതിക്ക് പല ക്യാഷ് നിങ്ങൾക്ക് ഇടാം. എത്ര രൂപ വേണമെങ്കിലും ഇടാം. നിങ്ങളുടെ ഇതനുസരിച്ചിട്ട് എത്ര രൂപ വേണമെങ്കിലും ഇടാം. ഈസി ആയിട്ട് നല്ല രീതിയിൽ ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റുന്ന പറഞ്ഞാൽ നല്ല രീതിയിൽ ഏൺ ചെയ്യാൻ പറ്റും. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുകൊണ്ട് ഈ കോൺടെസ്റ്റ് 39 രൂപയുടെ കോൺടെസ്റ്റ് നോക്കുകയാണെങ്കിൽ ഇതിൽ 9500 പേരെ കളിക്കുന്നത്. 9500 പേർക്കും ക്യാഷ് കിട്ടും. മുഴുവൻ കിട്ടില്ല, 10 രൂപ കുറച്ചിട്ടാണ് കിട്ടുക. പക്ഷേ എന്നാലും കിട്ടും. കാരണം നമ്മുടെ റീം ലെവലൊന്നും ഫുൾ 100% വിന്നിങ് ഒന്നും കൊടുക്കുന്നതല്ല. നമ്മുടെ കുബേരയിൽ എപ്പോഴും 100% വിന്നിങ് ഷുവർ ആയിരിക്കും. സോ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാൻ ശ്രമിക്കുക. അത് കണ്ട 39 രൂപ, 49 രൂപയൊന്നും കൊടുക്കണ്ട, 39 രൂപ കൊടുത്താൽ മതി. നിങ്ങൾക്ക് എല്ലാവർക്കും 39 തന്നെയാണ്, എനിക്ക് മാത്രമൊന്നുമല്ല. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഇവിടെ ഗീവ് അവേ ഫ്രീ ആയിട്ട് വെറുതെ കൊടുക്കുക. 0 റുപ്പീസിന് ജോയിൻ ചെയ്യാൻ പറ്റും. ഏകദേശം 2500 പേർക്ക് പ്രൈസ് കൊടുക്കേണ്ടത്. അത് എത്രയോ ആയിക്കോട്ടെ, 0 റുപ്പീസിന് 10,000 രൂപയാണ് അവർ വെറുതെ കൊടുക്കുന്നത്. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ കുബേര ഫാൻറ്റസി ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ട്. തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു ആപ്ലിക്കേഷനാണ്. ദെൻ മൈ മാസ്റ്റർ 11 എന്ന് പറഞ്ഞൊരു കിഡിലൻ ഫ്യൂച്ചറുള്ള ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്. ഈ ഒരു ആപ്ലിക്കേഷൻ്റെ മെയിൻ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 1 രൂപയ്ക്ക് ഒരു കോൺടെസ്റ്റ് ജോയിൻ ചെയ്യാൻ പറ്റും. പക്ഷേ നിങ്ങൾ വിൻ ചെയ്ത് കഴിഞ്ഞാൽ മിനിമം 47 രൂപ കിട്ടും. അതായത് ഗ്രാൻഡ് ലീഗ് നമുക്ക് 1 രൂപ കൊടുത്തിടാൻ പറ്റും. കണ്ടില്ലേ, ഈ 47 പക്ഷേ നിങ്ങൾക്ക് എല്ലാവർക്കും 1 രൂപ ഉണ്ടാവുള്ളൂ. നിങ്ങൾ വേണമെങ്കിൽ ഈ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് നോക്കിയോ 1 രൂപ ഉണ്ടാവുള്ളൂ. ഇല്ലെങ്കിൽ നിങ്ങൾ എന്നെ തേറി വിളിച്ചോ, ഇതിൽ 1 രൂപ ഉണ്ടാവുള്ളൂ. 1 രൂപയ്ക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റും. അത് കൂടാതെ നമുക്കിതവിടെ 0 റുപ്പീസിന് ജോയിൻ ചെയ്യാൻ പറ്റുന്ന ഫ്രീ കോൺടെസ്റ്റ് ഉണ്ട്. 1 lakh റുപ്പീസിൻ്റെ ഫ്രീ ഗീവ്. ഫസ്റ്റ് വന്നതിന് 20,000, സെക്കൻഡ് വന്നതിന് 10,000, തേർഡ് വന്നതിന് 5,000. അങ്ങനെയാണ് പ്രൈസ് റേഞ്ച് പോകുന്നത്. കാരണം ഇത്രയും എമൗണ്ട് നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുക എന്ന് പറഞ്ഞാൽ അതൊക്കെ വലിയ കാര്യമല്ലേ. അപ്പോൾ ഈ ഒരു മൈ മാസ്റ്റർ 11 ഇതുവരെ നിങ്ങൾ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഉണ്ട്. തീർച്ചയായിട്ടും ട്രൈ ചെയ്യാൻ നോക്കണം. സ്പോട്ടിൽ 200 രൂപ ക്യാഷ് ബോണസ് കിട്ടും. അത് വെച്ച് കളിക്കാനും പറ്റും. ദെൻ അതുപോലെ തന്നെ നമ്മുടെ കുബേരയിലാണെങ്കിലും ബോണസ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. 100 രൂപ 200 രൂപ സംതിങ് കിട്ടും. ദെൻ ചോയ്സ് 11 ഇതും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു ആപ്ലിക്കേഷൻ. നിങ്ങൾക്ക് ഈ ഒരു ഇൻ്റർഫേസ് ഒക്കെ കാണുന്ന സമയത്ത് ഡ്രീം 11 കളിച്ചിട്ട് ഇത് യൂസ് ചെയ്യാൻ ചെറിയൊരു ഡിഫിക്കൽട്ട് ഉണ്ടാവും. ബട്ട് ഒരു 2-3 ദിവസം നിങ്ങൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് യൂസർ ഫ്രണ്ട്ലി ആവും. അതുകൊണ്ടല്ലേ ഫ്രീ ആണ്. അത് 5 രൂപയൊന്നും കൊടുക്കണ്ട, ഫ്രീ ആയിട്ട് ജോയിൻ ചെയ്യാൻ പറ്റും. ഗീവ് അവേ കോൺടെസ്റ്റ് ആണ്. തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ ശ്രമിക്കുക. കാരണം 100 രൂപ നമുക്ക് ഏകദേശം 40% വിന്നിങ് വരുന്നുണ്ട്. അതായത് 6 ടീം വരെ ജോയിൻ ചെയ്യാൻ പറ്റും. നമ്മുടെ ലിങ്ക് വഴി കയറുകയാണെങ്കിൽ നിങ്ങൾക്ക് സ്പോട്ടിൽ 10-200 രൂപ കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മുടെ ചോയ്സ് 11 ലിങ്ക് ഉണ്ട്. ദെൻ അതുപോലെ തന്നെ XL11 തീർച്ചയായിട്ടും ഞാൻ ഇന്നലെ ഒരുപാട് മത്സരങ്ങൾ ടീം ഇട്ടു. ഞാൻ വെറുതെ ഒരു എക്സാമ്പിളിന് വേണ്ടി ട്രൈ ചെയ്ത് നോക്കിയാൽ കേട്ടോ. നമ്മുടെ എല്ലാ ഫാൻറ്റസി ആപ്ലിക്കേഷനിലും കുറച്ച് ടീം ഇട്ടിട്ടുണ്ടായിരുന്നു. നമ്മൾ ഡ്രീം 11 ഇട്ടു, ഇതിലും ഇട്ടു. പക്ഷേ ഡ്രീം 11 ഇട്ടതൊക്കെ പോയി. ആകെ ഒരു GL മാത്രമേ കിട്ടുള്ളൂ. പക്ഷേ ഇതിൽ ഞാനൊരു 4 ഹെഡ് 4 ഇട്ടിട്ടുണ്ടായിരുന്നു. അതിലെനിക്ക് 70 രൂപ കിട്ടി. കാരണം എല്ലാം സെയിം ടീം തന്നെയാണ്. എനിക്ക് നല്ല ക്യാഷ് കിട്ടി. ഇത് കണ്ടില്ലേ, സിമ്പിളായിട്ട് നമുക്കിങ്ങനെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോമ്പറ്റീഷൻ കുറവാണ്. കോമ്പറ്റീഷൻ എങ്ങനെ കുറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ പുതിയ പ്ലെയേഴ്സ് ഇത് യൂസ് ചെയ്യാൻ തുടങ്ങുന്ന സമയത്ത് നമുക്ക് അതിൻ്റെ അഡ്വാൻറ്റേജ് കിട്ടും. ഓൾറെഡി നമ്മൾ ഡ്രീം 11 കളിച്ച് നമുക്ക് ഇതിനെപ്പറ്റി ഒരു ധാരണയുണ്ട്. IPL മത്സരത്തെ പറ്റി ഒരു ധാരണയുണ്ട്. വീഡിയോ കണ്ട് അത്യാവശ്യം നല്ല നോളജ് നിങ്ങൾ ഉണ്ടാക്കി വെക്കുന്നുണ്ട്. സോ നിങ്ങളുടെ ടീം എന്തായാലും വിൻ ചെയ്യുന്ന കാര്യത്തിൽ ഷുവറാണ്. XL11 ടീം ഇട്ട് കഴിഞ്ഞാൽ അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. കാരണം എനിക്ക് ഒരുപാട് അനുഭവമുണ്ട്. ഞാൻ ഡ്രീം 11 ഇട്ടിട്ട് XL11 ഇട്ടിട്ടുണ്ട്. ഡ്രീം 11 ഇട്ടതിനെക്കാട്ടിലും വിൻ ചെയ്ത XL11 ആണ്. ഞാൻ എൻ്റെ ഹോണസ്റ്റ് ആയിട്ടുള്ള റിവ്യൂ ഞാൻ പറയുന്നത്. സോ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. Focus 11 കിഡിലനായിട്ടുള്ള വേറൊരു ആപ്ലിക്കേഷനാണ്. ഇവർ ഗീവ് എ ലീഡർ ബോർഡും കാര്യങ്ങളൊക്കെ ഇതാ കൊടുക്കുന്നുണ്ട്. ഫസ്റ്റ് വന്നതിന് ഹുണ്ടായി കറക്റ്റാ, പിന്നെ എക്സ്റ്റർ, ബുള്ളറ്റ്, BMW ബൈക്ക്, അങ്ങനെ കൊടുക്കുന്നത്. അതായത് നിങ്ങൾ വെറുതെ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ അതിൻ്റെ അഡ്വാൻറ്റേജ്. അതുപോലെ തന്നെ ഫ്രീ ആയിട്ട് ഗീവ് ചെയ്താണ്ട് 0 റുപ്പീസിന് 10,000 രൂപയുടെ ഗീവ്. ഇതിലും ഫ്രീ ആയിട്ട് ഗീവ് കൊടുക്കുന്നു. ഞാൻ ഈ പറഞ്ഞ ആപ്ലിക്കേഷനിലെല്ലാം TDSും ഫ്രീ ആണ്, GSTയും ഫ്രീ ആണ്. നല്ല രീതിയിൽ പ്രോഫിറ്റ് ചെയ്യാൻ പറ്റും. ഇത് ഷുവറാണ്. ഇതിൻ്റെ എല്ലാത്തിൻ്റെ ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. എല്ലാത്തിലും നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുന്ന സമയത്ത് ക്യാഷ് ബോണസും കിട്ടും, കളിക്കാനും പറ്റുമോ പൈസ വെച്ചിട്ട്.
ബാക്ക് ടു പ്രിവ്യൂലോട്ട് വരാം. പ്ലേയേഴ്സ് സ്റ്റാറ്റ്സിനെ പറ്റിയാണ് പറയാൻ പോകുന്നത്. ആദ്യം തന്നെ നമ്മുടെ GT പ്ലേയേഴ്സാണ്. ശുഭ്മാൻ ഗില്ലാണ് പറയാൻ പോകുന്നത്. 19 ഇന്നിങ്സ് കളിച്ച് 986 റൺസ് വരുന്നുണ്ട്. പെർ മാച്ച് ആവറേജ് റൺസാണ് ഈ ഒരു സ്കോറിൽ അദ്ദേഹത്തിൻ്റെ 61. ഈ ഒരു പിച്ചിൽ അദ്ദേഹത്തിന് ആവറേജ് സ്കോർ 61 റൺസാണ്. നല്ലൊരു പെർഫോമൻസ് ഉള്ള ഒരു വ്യക്തിയാണ്. എഗെയിൻസ്റ്റ് മുംബൈ ഇന്ത്യൻസ് ആയിട്ട് 12 ഇന്നിങ്സ് കളിച്ച് 440 റൺസ് വരുന്നുണ്ട്. പെർ മാച്ച് എങ്ങനെ പോയാലും ഒരു 40+ റൺസ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ദെൻ അതുപോലെ തന്നെ സായി സുദർശനാണ്. 13 ഇന്നിങ്സ് കളിച്ച് 677 റൺസാണ് ഈ ഒരു പിച്ചിൽ എടുത്തിട്ടുള്ളത്. 56 റൺസാണ് ആവറേജ് സ്കോർ ആയിട്ടുള്ളത്. ഈ ഒരു പിച്ചിൽ നമ്മുടെ GT പ്ലേയേഴ്സിനൊക്കെ നല്ല റെക്കോർഡ്സ് ഉണ്ട്. എഗെയിൻസ്റ്റ് മുംബൈ ഇന്ത്യൻസ് ആയിട്ട് സായി സുദർശൻ 103 റൺസിൻ്റെ റെക്കോർഡ്സ് ഉണ്ട്. മിനിമം 35 റൺസാണ് അദ്ദേഹത്തിൻ്റെ ആവറേജ് സ്കോർ ആയിട്ട് എഗെയിൻസ്റ്റ് മുംബൈ ഇന്ത്യൻസ് ആയിട്ട്. അതുപോലെ തന്നെ ജോസ് ബട്ട്ലർ ആണെങ്കിലും ഈ ഒരു വെന്യൂവിൽ 4 മത്സരം കളിച്ച് 199 റൺസ് എടുത്തിട്ടുണ്ട്. പെർ മാച്ച് ആവറേജ് സ്കോർ അദ്ദേഹത്തിന് 66 റൺസാണ് ഈ ഒരു ഗ്രൗണ്ടിൽ. ദെൻ അതുപോലെ തന്നെ എഗെയിൻസ്റ്റ് മുംബൈ ഇന്ത്യൻസ് ആയിട്ടും 10 ഇന്നിങ്സ് കളിച്ച് 533 റൺസ് കൊടുത്തിട്ടുണ്ട്. പെർ മാച്ച് 59 റൺസ് അദ്ദേഹത്തിന് ആവറേജ് സ്കോർ ആയിട്ടുണ്ട്. അതുപോലെ തന്നെ റൂദർഫോർഡ് ആണ്. അദ്ദേഹത്തെ പറ്റി പറയുന്ന സമയത്ത് ഈ ഒരു പിച്ചിൽ ഒരു മത്സരം കളിച്ചിട്ടുള്ള 46 റൺസ് സ്കോർ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ മുംബൈ ഇന്ത്യൻസിൻ്റെ അഗെയിൻസ്റ്റ് ആയിട്ട് കളിച്ചിട്ടില്ല. ഓക്കെ, മുംബൈ ഇന്ത്യൻസിൻ്റെ പ്ലെയറെ തൂക്കിയിട്ട് പോയതല്ലേ ഷാറൂഖ് ഖാൻ. 7 ഇന്നിങ്സ് കളിച്ച് 83 റൺസാണ് അദ്ദേഹം എടുത്തിട്ടുള്ളത് ഈ ഒരു പിച്ചിൽ. അതുപോലെ തന്നെ എഗെയിൻസ്റ്റ് മുംബൈ ഇന്ത്യൻസ് ആയിട്ട് 2 മത്സരം കളിച്ച് 15 റൺസിൻ്റെ ആവറേജേ ഉള്ളൂ. രാഹുൽ തിവാട്ടിയ 9 ഇന്നിങ്സ് ആണ് ഈ ഒരു ഗ്രൗണ്ടിൽ കളിച്ച് 190 റൺസ് എടുത്തിട്ടുണ്ട്. ഒരു വിക്കറ്റും എടുത്തിട്ടുണ്ട്. എഗെയിൻസ്റ്റ് മുംബൈ ഇന്ത്യൻസ് ആയിട്ട് 12 ഇന്നിങ്സ് കളിച്ച് 85 റൺസ് 4 വിക്കറ്റ്സുമാണ് എടുത്തിട്ടുള്ളത്. വലിയ റെക്കോർഡ്സ് കാര്യങ്ങളൊന്നും ഇല്ല. അതുപോലെ തന്നെ അർഷാദ് ഖാൻ ആണ്. മുംബൈ ഇന്ത്യൻസ് ഉണ്ടായിരുന്ന പ്ലെയർ ആണ്. എഗെയിൻസ്റ്റ് മുംബൈ ഇന്ത്യൻസ് കളിച്ച് വിക്കറ്റ്സ് ഒന്നും എടുക്കാൻ സാധിച്ചിട്ടില്ല. അതുപോലെ തന്നെ ഒരു റണ്ണ് ഈ ഒരു പിച്ച് കളിച്ചിട്ട് അദ്ദേഹം എടുത്തിട്ടുള്ളൂ. അതുപോലെ തന്നെ റാഷിദ് ഖാൻ 17 ഇന്നിങ്സ് ആണ് ഈ ഒരു ഗ്രൗണ്ടിൽ ബോൾ ചെയ്തത്. 20 വിക്കറ്റ്. തീർച്ചയായിട്ടും 2 വിക്കറ്റ് ഷുവർ, എഴുതി വെച്ചോ. ദെൻ മുംബൈ ഇന്ത്യൻസ് ആയിട്ട് നിങ്ങൾക്കിപ്പോൾ ക്യാപ്റ്റൻസി കൊടുക്കാൻ, വൈസ് ക്യാപ്റ്റൻ കൊടുക്കാൻ ആര് കളിക്കുന്ന അറിയില്ല എന്നാണെങ്കിൽ റാഷിദ് ഖാനെ കൊടുത്തോ, 2 വിക്കറ്റ് ഷുവറാണ്. മുംബൈ ഇന്ത്യൻസ് അഗേൻസ്റ്റ് ആയിട്ട് 15 ഇന്നിങ്സ് കളിച്ച് 20 വിക്കറ്റ്സ് എടുത്തിട്ടുണ്ട്. ദെൻ സായ് കിഷോർ അടുത്ത വിക്കറ്റ് ടേക്കർ. 4 ഇന്നിങ്സ് കളിച്ച് 7 വിക്കറ്റാണ് ഈ ഒരു ഗ്രൗണ്ടിൽ എടുത്തത്. അഗേൻസ്റ്റ് മുംബൈ ഇന്ത്യൻസ് ആയിട്ട് ഒരു മത്സരം കളിച്ച് 1 വിക്കറ്റും എടുത്തിട്ടുണ്ട്. കാസിയോ റബാഡ 5 മത്സരം കളിച്ച് 7 വിക്കറ്റ് എടുത്തിട്ടുണ്ട്. അഗേൻസ്റ്റ് മുംബൈ ഇന്ത്യൻസ് ആയിട്ട് 12 മത്സരം കളിച്ച് 13 വിക്കറ്റ്സും എടുത്തിട്ടുണ്ട്. ദെൻ മുഹമ്മദ് സിരാജ് ആണ്. 6 ഇന്നിങ്സ് കളിച്ച് 4 വിക്കറ്റാണ് എടുത്തിട്ടുള്ളത്. അഗേൻസ്റ്റ് മുംബൈ ഇന്ത്യൻസുമായിട്ട് 12 ഇന്നിങ്സ് കളിച്ച് 9 വിക്കറ്റ്സ് എടുത്തിട്ടുണ്ട്. പ്രസിദ്ധ് കൃഷ്ണ 5 മത്സരം ഈ ഒരു വെന്യൂ കളിച്ച് 7 വിക്കറ്റ് എടുത്തിട്ടുണ്ട്. അഗേൻസ്റ്റ് മുംബൈ ഇന്ത്യൻസ് ആയിട്ട് 8 ഇന്നിങ്സ് കളിച്ച് 7 വിക്കറ്റ്സും അദ്ദേഹം എടുത്തിട്ടുണ്ട്. ഇനി മുംബൈ ഇന്ത്യൻസിന്റെ പ്ലെയേഴ്സിനെയാണ് പറയാൻ പോകുന്നത്. രോഹിത് ശർമ്മ ഈ ഒരു ഗ്രൗണ്ടിൽ 142 റൺസാണ് അദ്ദേഹം എടുത്തിട്ടുള്ളത്. 6 മത്സരം കളിച്ചിട്ട്. എഗെയിൻസ്റ്റ് GT ആയിട്ട് 5 മത്സരം കളിച്ച് 125 റൺസ് എടുത്തിട്ടുണ്ട്. പെർ മാച്ച് 25 റൺസ് വെബോ ആവറേജ് അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് പ്രതീക്ഷിക്കാം. റിയാൻ റിക്സൺ ഈ ഒരു ഗ്രൗണ്ടിലും കളിച്ചിട്ടില്ല. എഗെയിൻസ്റ്റ് GT ആയിട്ടും കളിച്ചിട്ടില്ല. വിൽ ജാക്സൺ ആണെങ്കിൽ ഈ ഒരു ഗ്രൗണ്ടിൽ ഒരു മത്സരം കളിച്ച് 100 റൺസ് എടുത്തിട്ടുണ്ട്. ദെൻ അതുപോലെ തന്നെ 2 മത്സരം അഗെയിൻസ്റ്റ് ആയി കളിച്ചിട്ട് 101 റൺസാണ് GTക്കെതിരെ അദ്ദേഹം എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ സൂര്യകുമാർ യാദവ് അദ്ദേഹം 3 മത്സരം കളിച്ചിട്ട് 93 റൺസാണ് എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ ഒരു പിച്ചിലാണ് ഈ ഒരു സ്കോർ പറഞ്ഞത്. എഗെയിൻസ്റ്റ് GT ആയിട്ട് 4 മത്സരം കളിച്ച് 200 റൺസ് എടുത്തിട്ടുണ്ട്. പെർ മാച്ച് 50 റൺസ് ആവറേജ് സ്കോർ ആയിട്ട് കണക്കാക്കാം. ദെൻ അതുപോലെ തന്നെ തിലക് വർമ്മ 3 ഇന്നിങ്സ് ആണ് എഗെയിൻസ്റ്റ് ഈ ഒരു വെന്യൂവിൽ കളിച്ചിട്ടുള്ളത്. 70 റൺസ് എടുത്തിട്ടുണ്ട്. എഗെയിൻസ്റ്റ് GT ആയിട്ട് 4 ഇന്നിങ്സ് ഏറ്റുമുട്ടി 91 റൺസും അദ്ദേഹം എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഹാർദിക് പാണ്ഡ്യയാണ്. ഹാർദിക് പാണ്ഡ്യയെ പറ്റി പറയുന്ന സമയത്ത് 10 ഇന്നിങ്സ് കളിച്ചിട്ടുണ്ട് ഈ ഒരു വെന്യൂവിൽ. 235 റൺസും എടുത്തിട്ടുണ്ട്. 5 വിക്കറ്റ്സും എടുത്തിട്ടുണ്ട്. എഗെയിൻസ്റ്റ് GT ആയിട്ട് ഒരു മത്സരം കളിച്ച് 15 വിക്കറ്റ്സ് എടുത്തിട്ടുണ്ട്. ഹാർദിക് പാണ്ഡ്യ നോട്ട് ചെയ്യുക. ഈ ഒരു പിച്ചിൽ കളിച്ച് നല്ല റെക്കോർഡ്സ് ഉള്ള ഒരു പ്ലെയർ ആണ്. ബാറ്റിംഗ് എങ്ങനെ ചെയ്യണം, ബോളിംഗ് എങ്ങനെ ചെയ്യണം, ആ ഒരു ടീമിൻ്റെ സ്ട്രെങ്ത്ത് ഗില്ലിനെയൊക്കെ എടുക്കാനുള്ള ഒരു സ്ട്രെങ്ത് അദ്ദേഹത്തിന് ഉണ്ടാവും തീർച്ചയായിട്ടും. കാരണം ആ ഒരു ടീമിലായിരുന്നല്ലോ അദ്ദേഹം. അതുപോലെ തന്നെ നമാന്തീറാണ്. 1 ഇന്നിങ്സ് ഈ ഒരു ഗ്രൗണ്ടിൽ കളിച്ച് 20 റൺസാണ് എടുത്തിട്ടുള്ളത്. എഗെയിൻസ്റ്റ് GT ആയിട്ട് ഒരു മത്സരം കളിച്ച് 20 റൺസാണ് എടുത്തിട്ടുണ്ട്. റോബിൻ വിൻസിൻ്റെ റെക്കോർഡ്സ് ഒന്നുമില്ല. മിച്ചൽ സാന്തറാണ് 2 മത്സരം കളിച്ച് വിക്കറ്റ്സ് ഒന്നും എടുക്കാൻ സാധിച്ചില്ല. എഗെയിൻസ്റ്റ് GT ആയിട്ട് 3 മത്സരം കളിച്ച് 0 വിക്കറ്റ്സ് ആണ്. ദെൻ അതുപോലെ തന്നെ ദീപക് ചഹാർ ആണെങ്കിൽ ഈ ഒരു വെന്യൂവിൽ 2 മത്സരം കളിച്ച് 1 വിക്കറ്റ് എടുക്കാൻ സാധിച്ചിട്ടുള്ളൂ. എഗെയിൻസ്റ്റ് GT ആയിട്ട് 4 മത്സരം കളിച്ച് 5 വിക്കറ്റ്സും അദ്ദേഹം എടുത്തിട്ടുണ്ട്. ട്രെന്റ് ബോൾട്ട് 4 ഇന്നിങ്സാണ് ഈ ഒരു ഗ്രൗണ്ടിൽ കളിച്ചിട്ടുള്ളത്. 4 വിക്കറ്റ്സും എടുത്തിട്ടുണ്ട്. എഗെയിൻസ്റ്റ് GT ആയിട്ട് 5 ഇന്നിങ്സ് കളിച്ച് 3 വിക്കറ്റ്സും എടുത്തിട്ടുണ്ട്. കീ പ്ലെയേഴ്സായിട്ട് പറയാനുള്ളത് ജോസ് ബട്ട്ലർ, കാസിയോ റബാഡ, സൂര്യകുമാർ യാദവ്, മിച്ചൽ സാന്തർ. തീർച്ചയായിട്ടും ഒന്ന് നോക്കി വെക്കേണ്ട പ്ലെയേഴ്സാണ്. ഓക്കെ, ഇപ്പോൾ നമുക്ക് പ്രിവ്യൂ ടീം ക്രിയേറ്റ് ചെയ്യാം. നമുക്ക് വേണമെങ്കിൽ ഡ്രീമിലോ യൂസ് ചെയ്യാം. ഞാനിപ്പോൾ തൽക്കാലം നമ്മളെ കുബേര ഫാൻറ്റസി യൂസ് ചെയ്യണം. കാരണം നല്ല രീതിയിൽ നിങ്ങൾക്ക് ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റുന്നൊരു ആപ്ലിക്കേഷൻ തന്നെയാണ്. സോ നമ്മളൊരു ടീം ക്രിയേറ്റ് ചെയ്യാൻ പോവുകയാണ്. ഓക്കെ,
അപ്പോൾ ആദ്യം തന്നെ നമ്മളെ ജോസ് ബട്ട്ലർ ഉണ്ട്, റിക്സൺ ഉണ്ട്, അഞ്ചു റാവട്ട് ഉണ്ട്. ഞാൻ തൽക്കാലം നമ്മുടെ ജോസ് ബട്ട്ലറിനെ എടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ശുഭ്മാൻ ഗിൽ, സായി സുദർശൻ നല്ല റെക്കോർഡ്സ് ഉള്ള പ്ലെയറാണ്. അതുപോലെ തന്നെ സൂര്യകുമാർ യാദവിന് നല്ല റെക്കോർഡ്സ് ഉണ്ട്. ഹർദിക് പാണ്ഡ്യ ഈസ് എ മസ്റ്റ് പിക്ക്. ദെൻ വിൽ ജാക്സ് ആണെങ്കിലും നല്ല റെക്കോർഡ്സ് ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ സാന്തറിനെ നമുക്ക് നമ്മുടെ ടീമിലോട്ട് ഇൻക്ലൂഡ് ചെയ്യാം. ബൗളിങ്ങിലോട്ട് വരുമ്പോൾ റാഷിദ് ഖാൻ തീർച്ചയായിട്ടും പിക്ക് ചെയ്യണം എന്ന് പറഞ്ഞൊരു പ്ലെയറാണ്. ദെൻ അതുപോലെ തന്നെ കാസിയ റബാഡ, അതുപോലെ തന്നെ ദീപക് ചഹാർ, അതുപോലെ വിഘ്നേഷ് പുത്തൂർ എടുത്തു വെച്ചോ. ഇനി നിങ്ങൾക്ക് വേണേൽ ആരെങ്കിലും ഓരോ ഓൾറൗണ്ടറിനെ ഒഴിവാക്കിയിട്ട് നമുക്ക് വേണമെങ്കിൽ രോഹിത് ശർമ്മ ഇടാം. കാരണം രോഹിത് ശർമ്മയുടെ ഭാഗത്തു നിന്ന് ഒരു പെർഫോമൻസ് ഉണ്ടാവാനുള്ള പോസിബിലിറ്റീസ് ഇന്നത്തെ മത്സരത്തിൽ കൂടുതലാണ്. നല്ല രീതിയിൽ അദ്ദേഹം കോൺസെൻട്രേറ്റ് കളിക്കുന്നുള്ള കാര്യത്തിൽ എനിക്ക് ഷുവറാണ്. അതുപോലെ ക്യാപ്റ്റൻസി ഞാൻ ഹർദിക് പാണ്ഡ്യയാണ് കൊടുക്കുന്നത്. വൈസ് ക്യാപ്റ്റൻ നിങ്ങൾക്ക് ആരെ വേണമെങ്കിൽ കൊടുക്കാം. തൽക്കാലം ഞാൻ ഗില്ലിനെ കൊടുക്കുന്നത്. കാരണം ഈ ഒരു ഗ്രൗണ്ടിൽ നല്ല റെക്കോർഡ്സ് ഉള്ള ഒരു പ്ലെയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം തന്നെയാണ്. സോ അതുകൊണ്ടാണ് നമ്മൾ അദ്ദേഹത്തെ കൊടുത്തത്. നമ്മുടെ ടീം ഒന്ന് നോക്കാം. ജോസ് ബട്ട്ലർ, അതുപോലെ നമ്മുടെ രോഹിത് ശർമ്മ, സൂര്യകുമാർ യാദവ്, ശുഭ്മാൻ ഗിൽ, സായി സുദർശൻ, ഹർദിക് പാണ്ഡ്യ, വിൽ ജാക്സ്, റാഷിദ് ഖാൻ, അതുപോലെ കാസിയോ റബാഡ, ദീപക് ചഹാർ, വിഘ്നേഷ് പുത്തൂർ, ഇത്രയും പേരാണ് നമ്മുടെ ടീമുള്ളത്. തീർച്ചയായിട്ടും നല്ല രീതിയിൽ പ്രോഫിറ്റ് ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു കിടിലൻ ഫീച്ചറാണ് നമ്മുടെ കുബേര ഫാൻറ്റസിയിലുള്ളത്. സോ മസ്റ്റായിട്ട് ട്രൈ ചെയ്യാൻ ശ്രമിക്കുക. നമ്മുടെ ഒരു പ്രിവ്യൂ ടീം മാത്രമാണ്. ഫൈനൽ ടീംസും കാര്യങ്ങളൊക്കെ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിലാണ് അപ്ലോഡ് ചെയ്യുക. സോ ടെലിഗ്രാം ഗ്രൂപ്പിലോട്ട് നിങ്ങൾ ഇതുവരെ കയറി ജോയിൻ ചെയ്യില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് കയറി ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. കാരണം നല്ല രീതിയിൽ കിടിലൻ ഓഫേഴ്സ് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ വീക്കെൻഡ് ഓഫറൊക്കെ നമ്മുടെ കുബേര ഫാൻറ്റസി കൊടുക്കുന്നുണ്ട്. കണ്ടില്ലേ, 222 രൂപ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 162 രൂപ GST ആയിട്ട് നിങ്ങളുടെ അക്കൗണ്ടിലോട്ട് കയറും. അത് കൂടാതെ 11 രൂപയും കിട്ടും. ഇപ്പോൾ നിങ്ങൾ ഒരു 2000 രൂപയ്ക്ക് ഇടുകയാണെങ്കിൽ 622 GST പ്ലസ് 111 രൂപ ഫ്രീ ആയിട്ട് കിട്ടും. അതുപോലെ നിങ്ങൾ 1 ലക്ഷം ഒക്കെ ഇടുകയാണെങ്കിൽ 4099 കിട്ടും. അത് നിങ്ങളുടെ ഇതിനനുസരിച്ച് ഇടാം. ഞാൻ ആരെയും ഹൈ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാനൊന്നും പ്രോത്സാഹിപ്പിക്കുന്നില്ല. സോ പ്രോഫിറ്റ് ഏൺ ചെയ്യണമെങ്കിൽ കുബേര ഫാൻറ്റസി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കാരണം നല്ല രീതിയിൽ നിങ്ങൾക്ക് ഏൺ ചെയ്യാൻ പറ്റുന്ന കാര്യത്തിൽ ഷുവർ തന്നെയാണ്. അടുത്ത വീഡിയോമായി കാണുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ ഫ്രണ്ട്സ്.